സമൂഹത്തിലെ തിന്മകൾക്കെതിരെ തൂലിക പടവാളാക്കിയ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന ശക്തനായ കവിയുടെ ഇരട്ടത്താപ്പാണ് ഇന്ന് RR ടോക്സ് കൈകാര്യം ചെയ്യുന്ന വിഷയം. RR ടോക്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഒരു കലാകാരനാകട്ടെ ഒരു എഴുത്തുകാരനാകട്ടെ തൻ്റെ മേഖലയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് ആ വ്യക്തിയെ ജനങ്ങൾ അംഗീകരിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ തിരിച്ച് ജനങ്ങളെ ബഹുമാനിക്കുവാനും അവർക്ക് അവരോട് മാന്യമായ രീതിയിൽ പെരുമാറുവാനും ഇവരെല്ലാം തന്നെ നിർബന്ധിതരാണ്, അല്ലെങ്കിൽ അത് അവരുടെ കടമയാണ്. ബാലചന്ദ്രൻ ചുള്ളിക്കാട് കുറച്ചുനാൾ മുമ്പ് നടന്നൊരു ചടങ്ങിൽ ഒരു വ്യക്തി ചോദിച്ചൊരു ചോദ്യത്തിന് നൽകിയ ധാർഷ്ട്യം നിറഞ്ഞ മറുപടിയാണ് ഈ ഒരു വാചകത്തിന് ആധാരം. സിനിമയുടെ മായിക ലോകത്തിൽ നിന്നും അല്ലെങ്കിൽ സിനിമയുടെ കപട ലോകത്തിൽ നിന്നും കവിതകളിലേക്ക് തിരിച്ചു വന്നുകൂടെ എന്ന ചോദ്യത്തിന് ഏറ്റവും ധാർഷ്ട്യവും ധിക്കാരവും കലർന്ന ഒരു മറുപടിയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് നൽകിയത്. ഈ മറുപടിയിലൂടെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് വ്യക്തമാക്കുന്നത് തനിക്ക് സാധാരണ ജനങ്ങളെ എത്രത്തോളം പുച്ഛമാണ്. തൻ്റെ കവിതകൾ ഇഷ്ടപ്പെട്ട് തൻ്റെ വാക്കുകൾ കേൾക്കുവാൻ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള ജനങ്ങളെ എത്രത്തോളം പുച്ഛത്തോടു കൂടിയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് കാണുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ മറുപടി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ആനുകാലികമായ വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. കവിതയിൽ നിന്ന് സിനിമയിലേക്കുള്ള ദൂരം എത്രയാണ്? തിരിച്ചിനി കവിതയിലേക്ക് മടങ്ങി വരുമോ? നല്ല കവിതകൾ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്നുണ്ട്. ഈ സിനിമയുടെ കപട ലോകത്തിൽ നിന്ന് മടങ്ങി വന്നുകൂടെ? സൗകര്യമില്ല. ഈ വരുന്ന ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടന്ന LDF കൺവെൻഷനിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് നടത്തിയ ഒരു പ്രസംഗമാണ് ഇപ്പോൾ ഫേമസ് ആയിട്ട് അല്ലെങ്കിൽ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. സുരേഷ് ഗോപി തൻ്റെ വോട്ടർമാരെ പ്രജകൾ എന്ന് അഭിസംബോധന ചെയ്തതിനെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് അതിശക്തമായി വിമർശിച്ചിരിക്കുകയാണ്. 100% ഈ വിഷയത്തിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ശരിയാണ്. സുരേഷ് ഗോപി പ്രജകൾ എന്ന് അഭിസംബോധന ചെയ്തത് അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യമാണ്, അഹങ്കാരമാണ്, അല്ലെങ്കിൽ ജനങ്ങളോടുള്ള പുച്ഛമാണ് എന്നതിൽ ഒരു സംശയവുമില്ല. ബാലചന്ദ്രൻ ചുള്ളിക്കാട് പ്രതികരിച്ച വീഡിയോയുടെ പ്രസക്ത ഭാഗം ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. എന്നാൽ ഇന്ന് തൃശ്ശൂരിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി നമ്മളെ വിശേഷിപ്പിച്ചത് പ്രജകളെന്നാണ്. നൂറ്റാണ്ട് നീണ്ടു നിന്ന രാഷ്ട്രീയ സാമൂഹ്യ പോരാട്ടങ്ങളെ, പ്രാണത്യാഗത്തെ, തലമുറകളുടെ പ്രാണത്യാഗത്തെ മുഴുവൻ റദ്ദു ചെയ്തുകൊണ്ട് തൃശ്ശൂരിലെ ഒരു സ്ഥാനാർത്ഥി നമ്മളെല്ലാം വിളിച്ചത് പ്രജകളെന്നാണ്. നമ്മൾ നൂറ്റാണ്ട് സമരം ചെയ്ത് പൗരന്മാരായി മാറിയവരാണ്. നമ്മുടെ മുൻ തലമുറയുടെ പ്രാണത്യാഗമാണ് ഇന്നത്തെ നമ്മുടെ പൗരത്വം. ആ പൗരത്വത്തെ റദ്ദ് ചെയ്തുകൊണ്ട് തൃശ്ശൂരിലെ ഒരു സ്ഥാനാർത്ഥി നമ്മളെ പ്രജകൾ എന്ന് വിളിക്കുന്ന ഒരു സന്ദർഭം ഇതിനു മുമ്പ് ഒരിക്കലും നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടായിരുന്നില്ല. സുരേഷ് ഗോപി തൻ്റെ മാടമ്പിത്തരം വ്യക്തമാക്കുന്നതാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രസ്താവന. സിനിമയിലുള്ള കഥാപാത്രങ്ങളിൽ നിന്നും സാധാരണ ജീവിതത്തിലേക്ക് സുരേഷ് ഗോപി മടങ്ങി വന്നിട്ടില്ല, അല്ലെങ്കിൽ തൻ്റെ ഒരു തമ്പുരാൻ മനോഗതി ഇതുവരെ മാറ്റിയിട്ടില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. വിമർശനം അർഹിക്കുന്നതാണ്. ഇന്നത്തെ സാമൂഹിക സംവിധാനത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എന്ന് ഉറച്ചു പറയാൻ RR ടോക്സ് ആഗ്രഹിക്കുന്നു. പക്ഷേ വിമർശിച്ച വ്യക്തി ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആയതുകൊണ്ട് തന്നെ ചുള്ളിക്കാടിന് ഇത് പറയാനുള്ള അർഹത എന്താണ്? ഒരു സാധാരണക്കാരൻ ചോദിച്ച ചോദ്യത്തിന് ഇത്ര ധാർഷ്ട്യത്തോടുകൂടി മറുപടി പറഞ്ഞ ചുള്ളിക്കാടും ഇത്തരത്തിൽ പ്രതികരിച്ച സുരേഷ് ഗോപിയും തമ്മിൽ എന്താണ് വ്യത്യാസം? അതാണ് RR ടോക്സ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ചുള്ളിക്കാട് നടത്തിയ പ്രസംഗത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ കേട്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായമാണ് RR ടോക്സിൻ്റെ പ്രചോദനം. നന്ദി, നമസ്കാരം. ചരിത്രപ്രധാനമായ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് നമ്മുടെ മുന്നിൽ. ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമായി തുടരണമോ അതോ ഒരു മതാധിപത്യ രാഷ്ട്രമായി മാറണമോ എന്ന് തീരുമാനിക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പാണ് നമ്മുടെ മുന്നിൽ. ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമായി തുടരണമോ അതോ ഒരു ചാതുർവർണ്ണ്യത്തിൽ അധിഷ്ഠിതമായ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറണമോ എന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് നമ്മുടെ മുന്നിൽ.
അത് തീർച്ചയായും കഠിനമായ ഒരു തെരഞ്ഞെടുപ്പാണ്. 100 വർഷം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതിയ മഹാന്മാരായ സ്വാതന്ത്ര്യ സമര സേനാനികൾ, ജീവത്യാഗം ചെയ്ത രക്തസാക്ഷികൾ, അവരാരും ഇന്ത്യൻ ജനതയുടെ മുന്നിൽ ഇത്തരം ഒരു പ്രതിസന്ധി വിഭാവനം ചെയ്ത് കാണാൻ വഴിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ അനേകം പ്രശ്നങ്ങൾ അന്തർഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായ പ്രശ്നം ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമായി തുടരണമോ അതോ ഒരു മതാധിപത്യ രാഷ്ട്രമായി മാറണമോ എന്നതാണ്. ഇന്ത്യ ലോകത്തിന് മാതൃകയായ ഒരു മതനിരപേക്ഷ രാഷ്ട്രമായി തുടരണമോ അതോ ചാതുർവർണ്ണ്യത്തിൽ അധിഷ്ഠിതമായ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറണമോ എന്നതാണ്. ഞാൻ നിൽക്കുന്നത് തൃശ്ശൂരാണ്, തേക്കിൻകാട് മൈതാനത്തിലാണ്, ശക്തൻ തമ്പുരാന്റെ തട്ടകത്തിലാണ്. ഈ തട്ടകത്തിൽ വെച്ചാണ് ഒരു വെളിച്ചപ്പാടിന്റെ തല ശക്തൻ തമ്പുരാൻ വെട്ടിക്കളഞ്ഞത്. പ്രതീകാത്മകമായി അദ്ദേഹം മതത്തെയും രാഷ്ട്രീയത്തെയും വേർപെടുത്തുകയായിരുന്നു. അങ്ങനെ ഒരു വെളിച്ചപ്പാടിന്റെ തല വെട്ടിക്കളഞ്ഞുകൊണ്ട് ശക്തൻ തമ്പുരാൻ രാഷ്ട്രീയത്തെയും മതത്തെയും വേർപെടുത്തിയ തട്ടകത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാം, കൊച്ചി രാജ്യം ഒരു ഹിന്ദു സ്റ്റേറ്റ് ആയിരുന്നു. തിരുവിതാംകൂർ ഒരു ഹിന്ദു സ്റ്റേറ്റ് ആയിരുന്നു. എന്റെയും നിങ്ങളുടെയും പൂർവികർ ആ ഹിന്ദു സ്റ്റേറ്റിൽ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നറിയാൻ ഇന്ന് നമ്മൾ ചരിത്രം പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇന്ന് ത്രേതായുഗത്തിലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. പക്ഷെ നമ്മൾ 19-ാം നൂറ്റാണ്ടിൽ ഈ കൊച്ചി രാജ്യം, തിരുവിതാംകൂർ രാജ്യം എന്നീ ഹിന്ദു രാജ്യങ്ങളിൽ നമ്മൾ എങ്ങനെ ജീവിച്ചിരുന്നു എന്നറിയാൻ ബാധ്യസ്ഥരാണ്. അത് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. അവിടെ എന്തായിരുന്നു ഈ ഇന്ന് ഹിന്ദു എന്ന് പറയുന്ന മനുഷ്യരുടെ അവസ്ഥ എന്നറിയാൻ പഴയ തലമുറയുടെ ചരിത്രം വായിച്ചു നോക്കിയാൽ മാത്രം മതിയാകും.